എടാ ഫീൽഡ് നോക്കാൻ നീ ഏതുമായി നോക്കിയാണ് നിർത്തിയിരുന്നത്? ആ ജോമി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത്. എങ്ങോട്ട് പോയെന്ന് കാണുന്നില്ല. അത് ശരി, അപ്പൊ ഫീൽഡിൽ ആളില്ലാന്നുണ്ടായിരുന്നു നീ കണ്ടു. എന്നിട്ട് അങ്ങ് ടേക്ക് പോയപ്പോ അങ്ങ് മിണ്ടാതെ നിന്നു അല്ലേ? ചേട്ടാ ഒന്ന് മാറിക്കേ മാറിക്കേ. ചേട്ടാ ഒന്ന് മാറിക്കേട്ടാ. കുഞ്ഞെ നീ എത്തിയോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. വാന്നേ, ഇത് ഫീൽഡാ. വാ നമുക്ക് അങ്ങോട്ടിരിക്കാന്ന്. വാ. നീ പേടിച്ചു പോയോ? നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ലെന്നേ, അതുകൊണ്ടാ. നമസ്കാരം. ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായിട്ട് പോകുന്നു. പാർട്ടിയാ ഫീൽഡ് നോക്കാൻ വിട്ടത്. ഡയറക്ടർ സാറേ, ഈ വന്നിരിക്കുന്ന പുള്ളി ആരാന്നറിയോ? ഇതാണ് ഷിബിൻ, നമ്മുടെ അനിയൻ കുഞ്ഞ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ഈ ഷോർട്ട് ഫിലിമിന്റെ മുഖ്യ ഫിനാൻഷ്യൽ, എന്റെ ചങ്ക് ബ്രോ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിപിൻ രാജ്, ഈ പടത്തിന്റെ ഡയറക്ടറാ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഞാനത് ആദ്യമായിട്ടാ കേട്ടോ ഇതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാ ഞാൻ സിനിമ പോലും കാണാറില്ല. പിന്നെ ഇവനൊരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇച്ചിരി പൈസ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ കൂടെ കൂടിയൊന്നും മാത്രമേ ഉള്ളൂ. എന്നതാടാ ഇത്, പ്രൊഡ്യൂസർക്ക് ഇരിക്കാൻ കസേരയില്ലേ? കഷ്ടം തന്നെ. ജോബിച്ചോ, ഇപ്പൊ കസേര കളിക്കാനൊന്നും നേരമില്ല. താൻ പോയ ഫീൽഡ് ഒന്ന് നോക്കി. പ്രൊഡ്യൂസറായി പോയില്ലേ, ഇനി എന്നെല്ലാം കേക്കണം. വാ, ഗോ ഫോർ ടേക്ക്. നമ്മുടെ ഷൂട്ടിനെ കുറിച്ചൊന്നും നീ പറഞ്ഞില്ല. ഓ, നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഷൂട്ടും സീനുകൾക്ക് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ തന്നെ വൈകി. നാളെ നമ്മുടെ പുതിയ ക്ലബിന്റെ വക ഒരു കിടുക്കൻ പരിപാടി ഉള്ളതാ. എടാ, നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കാതെ. ഡാ, വെറുതെ സീൻ കാണാൻ വേണ്ടി മാത്രമല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിനക്ക് സീൻ അഭിനയിക്കാനും ഉണ്ട്. ഞാൻ അഭിനയിക്കാൻ ചുമ്മാ ബട്ട് പറയല്ലേ. ജോഡി, പ്രൊഡക്ഷൻ കൺട്രോളറിനെ ഒന്ന് വിശദീകരിച്ചു കൊടുത്താട്ടെ. സാറേ, സിനിമ എന്ന് പറഞ്ഞ സ്ക്രീനെ കാണുന്ന മാത്രമല്ല, സീൻ വേറെയും ഉണ്ട്. സാറിന് കണ്ടില്ലേ നായപ്പൻ കൊച്ച്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അവളും അമ്മയും വേറൊരു പെങ്കുച്ചും കൂടെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. സംഭവം റെഡിയാണെന്ന ഏതാണ്ടൊരു ഹിന്റ്. അനിയൻ കുഞ്ഞ് ഒരു ദിവസം കൂടി ഇവിടെ നിന്നാ നമുക്ക് സെറ്റപ്പാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്നൊക്കെ ഈ പറയുന്നേ? അല്ല, നിനക്കറിയത്തില്ലേ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നല്ലാന്ന്? ഓ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടരാ പോയി. ഇനി പൈസ മുടക്കിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വെറുതെ കുറ്റം പറയരുത്. തൽപര കക്ഷികൾ എത്രയും കുറയോ അത്രയും നല്ലത്. പക്ഷേ ആളിയെ മുടക്കിയ പൈസയുടെ ഇരട്ടി ഞാൻ വാങ്ങിച്ചു തരും, അത് ഗ്യാരണ്ടി. ഇല്ലേ ഡയറക്ടർ സാറേ? ഉറപ്പല്ലേ? ശരി ശരി. അപ്പോ എന്റെ പൊന്നു ബ്രോസ്, ഞാനങ്ങ് ഇറങ്ങുവാ. ഇതിൽ കൂടുതൽ സിനിമ താങ്ങാനുള്ള ചങ്കുറപ്പ് എനിക്കില്ല. ശരി, ആയിക്കോട്ടെ. വൈദ്യര് വരാൻ ഇനിയും വൈകുമായിരിക്കും അല്ലേ? അല്ല, വൈദ്യരിപ്പോ വരുമോ? എനിക്ക് ആഫീസിൽ പോകേണ്ടതാ. അങ്ങനെ ആഫീസ് മുറയൊക്കെ നോക്കി ഇവിടെ കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ. വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ കുളിയും പ്രാതലും ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങ് വരും. എന്നെ ആദ്യം ഒന്ന് കയറ്റി വിടണേ, ഓഫീസിൽ എമർജൻസി കാര്യമുള്ളതാ. നോക്കാം. കൊച്ചപ്പ, ഇന്നത്തെ പ്രോഗ്രാം കൊച്ചപ്പ, ഞങ്ങൾ ഈ ഇടേണ്ടാക്കിയ ക്ലബിന്റെ വക ഒരു ശുചീകരണ നമ്മുടെ നീരോളിത്തോടിന്റെ കരയിലെ ഭയങ്കര വേസ്റ്റാ. അവിടെയാ. അതിന് ഈ വേഷമൊന്നും വേണ്ടല്ലോടാ, ഒരു കയ്യിൽ പോരായോ? സാറ് പിന്നെ ഉദ്ഘാടനമല്ലേ ഉള്ളൂ. ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു തൂമ്പ എടുത്ത് പിടിക്കും, ബാക്കിയൊക്കെ പിന്നെ അണികൾ ചെയ്തോളൂല്ലോ. എന്റെ ഇച്ഛായ, നിങ്ങൾ അവനെ ഒന്ന് വിട്. ഒന്നുമില്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലയോ? നീയാണ് ഇവൻ ഇതിനെല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. നല്ല കാര്യത്തിന് പോണു. ഇവന് വേണ്ടുന്ന നല്ല കാര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ വൈദ്യശാല നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള കൈപുണ്യവും ഉണ്ട്. പക്ഷെ സാറ് കേരള കോൺഗ്രസ് മന്ത്രിയായിട്ട് അടങ്ങത്തുള്ളൂ. പക്ഷേ എടാ കുഞ്ഞെ, നിന്റെ ഈ വലിയ സാറും അയാളുടെ മക്കളും അയാളുടെ ഈ വംശപരമ്പരയൊക്കെ ഒടുങ്ങിയിട്ടേ ഈ മീനച്ചിലാറിന്റെ പരിസരത്തുനിന്ന് വേറൊരുത്തിന് കയറി വരാൻ ഒക്കൂടാ. നോക്കാം. ഓ, തുടങ്ങി രാവിലെ തന്നെ. എടാ മോനെ, നീ ചെല്ല്. ഞാൻ ഇറങ്ങുവന്നേ. ദേണ്ടേ, നേരം വൈകി, രോഗികൾ കാത്തിരിക്കുന്നു. അങ്ങോട്ട് മാറ്. പുള്ളിക്കാരന്റെ മോനായിരിക്കും അല്ലേ? പുള്ളി വേറെ ലൈനാണെന്ന് തോന്നുന്നു. മോനല്ല, പക്ഷെ മോനെ പോലെയോ അതിനപ്പുറമോ പാപ്പിച്ചാൻ ആ പയ്യൻ. എന്ന് വെച്ചാ വൈദ്യർക്ക് മക്കളില്ല. ഈ കൊച്ചും പുള്ളിയുടെ ചേട്ടന്റെ മോനെ. അനിയൻ കുഞ്ഞിന് 12 വയസ്സുള്ളപ്പോഴേ ആ ചേട്ടനും ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു. അന്നു മുതൽ വൈദ്യരും കൊച്ചമ്മയും കൂടെ ഈ കൊച്ചിനെ വളർത്തുന്നത്. വൈദ്യരതിന് വൈദ്യവും കളറിയൊക്കെ പഠിപ്പിച്ചതാ. പക്ഷെ എന്നാ പറയാനാ,
ആ കൊച്ചൻ കമ്പനി കൂടി കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുക. ബെസ്റ്റ്. ചേച്ചിമാരൊക്കെ ഉണ്ട് അമേരിക്കയില്, നേഴ്സുമാരാ. അവര് ഇഷ്ടം പോലെ പണം അയച്ചു കൊടുക്കും. പിന്നെ എന്നാ വേണം? മണിയോ ഓ ഇങ്ങോട്ട് വാടാ. എന്റെ കാര്യം മറക്കല്ലേ, പെട്ടെന്നൊന്ന് വിളിച്ചേക്കണേ. ശരി ശരി. കൊള്ളാം അല്ലയോ? തുടങ്ങിയാട്ടെ. റെഡി. അതിന് വന്നേ. റെഡി? റെഡിയാണോ? ഒരു മിനിറ്റ്. ഓക്കെ, അതെ, തുടങ്ങാം. ആ തൂമ്പി ഉണ്ടല്ലോ അല്പം മുളിട്ടാക്കിട്ടൊന്ന് താഴ്ത്തു, എന്നാലൊരു പഞ്ച് കിട്ടൂ. ഓ ഓ ഓ പിന്നെ ഓക്കെ. ഓ സാരമില്ലെന്നേ, ഇപ്പൊ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുണ്ട്. ഇങ്ങനൊക്കെ ചെളി പുരണ്ടാലല്ലേ ഒരു ജനകീയ ഇമേജ് ഒക്കെ വരത്തുള്ളൂ. പിന്നല്ലാതെ. ആഹാ, അനിയൻ കുഞ്ഞാകെ ജനകീയനായല്ലോ. ഇങ്ങനെ തന്നെ വേണം യൂത്തന്മാരായാല്. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം. കഴിഞ്ഞ ദിവസം വരെ ഇതുപോലെ ഇങ്ങനൊരു കൂറ്റൻ വേസ്റ്റ് കൂടെ എങ്ങുമില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു വേസ്റ്റ് വരിക, ഉടനെ ശുചീകരണം, വീഡിയോ, ക്യാമറ, എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്നൊരു സംശയം. പിന്നെ പേസ്റ്റിന്റെ അടുത്ത് വന്ന് എവിടെയോ എന്തോ ചീഞ്ഞു നാറെന്ന് സംശയിക്കുന്നത് തന്നെ ഭയങ്കര സംശയമാണല്ലോ, അല്ലയോടാ സബാനെ? അയ്യോ, ഞാനൊരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ, അങ്ങ് ക്ഷമിച്ചുകളാ. ശരി ശരി, ഞങ്ങളങ്ങ് പോയേക്കാം. പരിപാടി നടക്കട്ടെ നടക്കട്ടെ. പക്ഷെ അനിയും കുഞ്ഞെ വീഴരുത്, സൂക്ഷിക്കണം. വേസ്റ്റിൽ വീണ പിന്നെ വേസ്റ്റാ. ഓ ഓ ഓ ശരി. വള്ളിക്കെട്ട് തന്നെ, ഞാൻ വള്ളി. പോവാൻ പറ. അപ്പോ തുടങ്ങാം. റെഡി? അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ മെയിൻ ഹെഡ്ലൈൻ ന്യൂസിൽ നമ്മുടെ പരിപാടി തന്നെ വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അവിടെ കൊടുത്തേ. അത് പിന്നെ പറയാനുണ്ടോ? ഇന്ന് ഉച്ച വരെയുള്ള മീനച്ചൽ കേബിൾ ടിവിയുടെ മെയിൻ ന്യൂസ് ഇത് തന്നെ. ഇന്ന് നിന്റെ ദിവസം തന്നെ അളവേ. ഇത്രയും ഒപ്പിച്ചെടുത്തേനെ ഈ ചെലവ് പോരാ, ഇതിലൊന്നും ഒതുങ്ങുകയല്ല. വെയിറ്റ് അളിയാ. പക്ഷേ ഈ ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലൊക്കെ എന്നാ നമ്മളെ പറ്റി ന്യൂസ് വരും. എടാ ഉവേ, ആദ്യം നീ ഒന്ന് ഇരിക്കും, എന്നിട്ട് കാലം നീട്ട്. ജോപ്പനാടാ. ചേട്ടായി, ഒരു വിഷയം വന്നിരിക്കുക. ആ ജോസ് ഞാവള്ളി പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് നമ്മളെ കുറിച്ച് പരാതി കൊടുത്തിരിക്കുക. നമ്മളെ ഇന്നത്തെ പരിപാടിയെ പറ്റി തന്നെയാ. ചേട്ടായി വേഗം വന്നേ. ഓ, ഞാൻ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. നമ്മുടെ ഇന്നത്തെ ആ പരിപാടിയെ കുറിച്ച് ആ ജോസ് ഞാവള്ളി പഞ്ചായത്തിലൊരു പരാതി കൊടുത്തിരിക്കുന്നു. ഓഹോ, ഞാവള്ളിക്ക് പിന്നെ ചുരുക്കാണതിരിക്കും. അയാളുടെ പ്രായപരിധി കഴിഞ്ഞൊന്നും പറഞ്ഞ് പാർട്ടി യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അനിയും കുഞ്ഞിലെ പട നയിച്ചത്. പാരയുടെ ഉസ്താദാണല്ലോ ഞാവള്ളി. അപ്പോഴേ നിങ്ങൾ കഴിക്കും, ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നീയേ ഈ ബില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോരെ. എന്റെ പള്ളി, എന്നാ കുറിച്ചാണോ ആ ഞാവള്ളി ഒപ്പിച്ചേക്കണം? കണ്ടല്ലോ, ഇത് ക്ലിയർ എവിഡൻസാ. തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ CC ക്യാമറയിൽ ഉണ്ടായിരുന്നത്. കൊള്ളാം, നല്ല ഐഡിയ അല്ലേ? നമ്മൾ തന്നെ തോട്ടിന്റെ കരയിൽ വേസ്റ്റ് കൊണ്ട് തള്ളുക, എന്നിട്ട് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മെഗാ ഷോ. മാഡം, ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയില് പബ്ലിക് പ്ലേസിലും തോടിന്റെ കരയിലും വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് സീരിയസ് ഒഫൻസ് ആണ്. പക്ഷേ നിങ്ങൾ തന്നെ ആ വേസ്റ്റ് നീക്കം ചെയ്തു കഴിഞ്ഞു. അത് കറക്റ്റ്. ആ നിലയ്ക്ക് മേഡം, ഞാനെന്നെ പരാതിക്കാരൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനിയും കുഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി. ആ ചാനലുകാരെയും പത്രക്കാരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ ശുചീകരണ പരിപാടിയുടെ വാർത്തയും ഫോട്ടോയും ഒന്നും കൊടുക്കരുതെന്ന് കർശനമായിട്ട് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പരാതി പിൻവലിച്ചേക്കാം. അതെങ്ങനെയാ ശരിയാവുന്നേ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കേ. ശരി മാഡം, ഞാൻ വിളി പറഞ്ഞ പോലെ
ആ വള്ളിക്കെട്ടങ്ങ് തീരുമല്ലോ. ഓക്കെ, അപ്പൊ കേസ് തീർന്നിരിക്കുന്നു. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങുവന്നേ സാർ. ശരി. താങ്ക്സ്. കൊള്ളാം കേട്ടോ. ഞാൻ ദാ ഏത് വരുന്നു. സമയത്താണോ? അതെ, അമേരിക്കയിൽ നിന്ന് ഡോളർ വരുന്നത് മാത്രം നോക്കിയാൽ പോരാ, കുറച്ചുകൂടി ഇന്റലിജന്റ് ഐഡിയാസ് വേണം. ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ ചെലവിൽ പുട്ടടിച്ചിട്ട് പോണോ മാത്രം മിച്ചമാവും. സ്വച്ഛ ഭാരത് നിങ്ങളോടൊരു കാര്യം